ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ പൂമുഖം നല്ല മുഞ്ചിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ പൂമുഖം നല്ല മുഞ്ചിൽ ഇല്ല നിന്നെ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോമ്പ് 6-ൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നോമ്പ് 6-ന് ഇന്നലെ പലിച്ചക്ക് നീച്ചാൽ തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇച്ചിന് അലാറം നിർത്തിക്കാണ് ഞാൻ കിടന്നത്. അലാറം നിർത്തി കിടക്കാൻ കാരണം 4:15 അലാറം വെച്ചിന് അത് പാത്തൂസ് അങ്ങ് നീച്ചു. അപ്പോൾ നീച്ചപ്പോൾ അവിടെ നിർത്തിയിട്ട് ഓളെ ഉറക്കാൻ വേണ്ടി വീണ്ടും അവിടെ അവളെ തന്നെ മെല്ലെ കിടന്നു. ഓളും ഇറങ്ങി ഞാനും ഇറങ്ങി. പിന്നെ നീച്ച് പെട്ടെന്നാണ് ഓർമ്മ, അലാറം നിർത്തി കിടന്നതാണല്ലോ ഞാൻ. അങ്ങനെ പെട്ടെന്ന് ചാടിക്കുറഞ്ഞ് നീച്ച് സമയം നോക്കുമ്പോൾ 5 മണി കേൾക്കണം. പിന്നെ ചോറും കൂട്ടാനും കറിയെല്ലാം ഉണ്ടാക്കി വെക്കണതാണ്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്നാലും മറ്റേതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തിന്നാൻ കഴിയില്ലല്ലോ. അങ്ങനെ വേഗം നീച്ചിക്കാണ്ട് ആദ്യം ചായക്കെല്ലാം വെള്ളം വെച്ച് അതെന്തായാലും വേണ്ടതാണല്ലോ. എന്നിട്ട് മറ്റേതെല്ലാം ചൂടാക്കാൻ വെച്ച് അങ്ങനെ എല്ലാം 5-10 ആയപ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ടോ. ചൂടായി എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇക്കാൻ വിളിച്ചപ്പോൾ വെച്ച് നേരത്തെ നീച്ചണം. അപ്പോൾ ഒക്കെ പറയണം എനിക്ക് തോന്നുന്ന സമയമാണ് നീച്ചാൻ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് സാരില്ല അന്ന് പെട്ടെന്ന് അങ്ങ് നീച്ചുവിടുന്നെല്ലാം പറഞ്ഞ് നീച്ച് വേഗം ഒരാൻ ചായയും ചോറൊക്കെ കൊണ്ടുപോയി വെച്ച് എല്ലാവരും എളുപ്പം തിന്നു. 5:20 ആയപ്പോഴത്തേന് ഏകദേശം ചൊറയെല്ലാം കഴിഞ്ഞിട്ടോ. അപ്പോൾ സമാധാനം, ചൊറ കഴിഞ്ഞല്ലോ. പിന്നെ വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് തന്നെ ബാങ്കെല്ലാം കൊടുത്തു. ഒരു സമാധാനം ഉണ്ട്. എന്തായാലും ഭക്ഷണമെല്ലാം കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ നിന്നെക്കൊണ്ട് നോൻപ് നിൽക്കാൻ കഴിയില്ല കേട്ടോ. കഴിയില്ലെന്ന് നമ്മൾ പറയുന്നതാണ്, അങ്ങനെ ശീലിച്ചിട്ടോ. അങ്ങനെ നോക്കിയാൽ പിന്നെ അതും കഴിയുണ്ടാവുമായിരിക്കും. പിന്നെ ഇപ്പോൾ എന്താ വേറെ വിശേഷങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഇതാ രാവിലെ എണീറ്റ് പിന്നെ ഞാൻ സുബൈക്ക് നീച്ച് കഴിഞ്ഞാൽ പൊലച്ചക്ക് നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങലൊന്നുമില്ല. പാത്രം ഇതെല്ലാം കഴുകിച്ച് നിസ്കാരം ഓത്തും ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങി ഇതാക്കി. നമുക്ക് സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, വീഡിയോ ഇടൽ അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോയി തിരിച്ച് ഞാൻ പോരാൻ വേണ്ടി ഇക്കാൻ വിളിച്ച് വെക്കാൻ ഇപ്പൊക്കെ പറയുന്ന ഈ പൊയ്ക്കോ, ഞാനില്ല, ഞാൻ അങ്ങാടിപ്പുറത്തേക്ക് വരുമോയെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ അങ്ങാടിപ്പുറത്തല്ല, ഈ പൊയ്ക്കോന്ന്. അപ്പോൾ ഞാൻ എന്തായാലും വിളിച്ചു നോക്കുന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒന്നൊക്കെ ആയിട്ട് ആക്കാരെന്ന് കരുതിയിട്ടോ ഞാൻ വിളിച്ചത്. ഞാൻ പോകുന്നു, ഞാൻ പണിയൊക്കെ എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും വരുമായിരിക്കും നോമ്പ് തുറക്കാൻ. പക്ഷേ പ്രതീക്ഷ കൈവിട്ടു മക്കളെ, വന്നില്ല. അപ്പം നമ്മളിവിടെ നമ്മളിവിടെ എത്തിയിട്ടില്ല, പണിയെല്ലാം എടുക്കുന്നുണ്ട്. അതെല്ലാം വീഡിയോസൊക്കെ എന്തെല്ലാം അവിടെ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. നമുക്ക് നമ്മൾ ആ വീഡിയോസൊക്കെ നമ്മളിവിടെ എത്തിയിട്ട് നമ്മളെ കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. എന്തൊക്കെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും. ബാക്കി എന്നാൽ സ്കൂളിട്ട് വന്ന് കുട്ടികൾ ഇതാ ബാഗെല്ലാം തപ്പി മുട്ടായി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ശർക്കര വാങ്ങിപ്പോകുന്നത് അട ചൂടാല എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു ഒറിയോ ബിസ്ക്കറ്റ് 2 കൂടി വാങ്ങിയിട്ടുണ്ട്. ആ കുളി കഴിഞ്ഞിട്ട് തിന്നട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെക്കുന്ന കേട്ടോ, കുളി കഴിഞ്ഞിട്ട് തിന്നാറുണ്ട്. ഇതാ പാത്രസ് മോള് ഇതാ തപ്പുന്ന കേട്ടോ. അവൾക്ക് മുട്ടായി കൊടുത്തായിരുന്നു പോരാഞ്ഞിട്ട്. ഞാൻ വേഗം ഇവിടെ എത്തിയിട്ടുള്ളൂ കൊടുന്നിട്ട് കേട്ടോ. എന്തെല്ലാം ഉണ്ടാക്കണം കണ്ട അടുപ്പല്ലോ ഇഞ്ഞടക്കുന്ന ഗൈസ്. ഞാൻ എന്താ സ്കൂളിട്ട് വന്നപ്പോൾ ഇതാ കുട്ടികൾക്ക് എന്തോ തിന്നാൻ വേണ്ട എന്തെങ്കിലും. അപ്പം അങ്ങനെ 2 മുട്ടായി ഉണ്ടായിരുന്നു ബാഗിൽ. സ്കൂളിൽ നിന്ന് 2 കുട്ടികളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ 2 മുട്ടായി ബാഗിൽ ഇട്ട് വെച്ചു. എനിക്ക് നോമ്പാണല്ലോ. അങ്ങനെ ഒരു 2 തിന്നിട്ടോ. അതിന് ശേഷം ഞാൻ പോന്നപ്പോൾ ശർക്കര വാങ്ങി പോന്നു. കുറേ ദിവസമായി നിച്ച് മോനെ അട ഉണ്ടാക്കണം ഇന്ന് കരുതി അട ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ അട ഉണ്ടാക്കല പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ് ഗൈസ്. സ്കൂളൊക്കെ വിട്ട് ഞാൻ അലക്കാലൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ടുണ്ടോ. കുറച്ച് പണികളൊക്കെ ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ആ പണിക്ക് നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ. അങ്ങനെ കൂട്ടുകാർ നമ്മളിത് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉണ്ടെല്ലാം ഉണ്ടാക്കിയും കുഴച്ച് പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഫുള്ളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. അങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അട റെഡി ആയിക്കണമെന്ന് നോക്കിയേക്കാം. അട സെറ്റായി വന്നിട്ട് ഞാൻ കുക്കറിലാട്ടോ ഒരു 2 വിസിലങ്ങ് ഇട്ടാൽ അട അങ്ങ് നല്ലോണം വേവും. അപ്പോൾ കുട്ടികളതാ ഇനി അട തിന്നാനും ഫ്രൂട്ട്സൊക്കെ തിന്നാനും തൊയിരം കെടുത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ ഇക്ക ഉണ്ടാവുന്ന അന്നത്തെ ആ ഒരു ഇതൊന്നും ഒലിക്കില്ല കേട്ടോ. അപ്പോൾ ഇക്ക ഉണ്ടാകുമ്പോൾ അവർക്ക് ഏറെ സന്തോഷം കേട്ടോ നോമ്പ് തുറക്കാൻ. ആ ഫിലോന് ഫ്രൂട്ട്സും പാത്രം മൊത്തമായിട്ട് വേണം പറഞ്ഞിട്ടൊക്കെ അറിയുന്നത് കേട്ടോ. ഞാൻ കൊണ്ടുപോയി തന്നൂടെ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഓളോട് അതിലങ്ങനെ ഓളത് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഒരാനെ വലിച്ച് ഓൾക്ക് കിട്ടിയിട്ടോ. ഓളെടുത്തോളെ മുന്നിൽ വെച്ച് കിട്ടാം. ഇത് നോമ്പറക്കുന്ന ചേക്കന എന്നെല്ലാം പറഞ്ഞതിനോട് കേട്ടോ. ഏതാ സാധനം
ഒക്കെ വന്ന് നോമ്പറക്കാൻ വരാനിട്ടോ രസം ഉണ്ടായില്ല. സത്യം തിന്നിട്ടൊന്നും പോണില്ല. കുട്ടികളൊന്നും തിന്നിട്ടില്ല. ഞങ്ങൾ പള്ളിക്കുന്ന പറഞ്ഞു. കുട്ടികളൊന്നും കടിയൊന്നും തിന്നാൻ വന്നിട്ടില്ല. അപ്പോൾ ഫോണും വാങ്ങിക്കണ്ട് ഓലങ്ങ് പോയി. അപ്പോൾ നിങ്ങൾ എന്തായാലും മഴ നോമ്പറക്കാൻ വന്നു. ഒക്കെ നോമ്പ് തുറക്കാനില്ലാത്തത് കാരണം ഞങ്ങൾ തിന്ന ബാക്കിയാണ് ഇക്കാക്ക് കിട്ടിയ ടണ്ടറേ. എന്താ പൊളിച്ചുണ്ടോ? എന്താ നല്ല മുന്തിരി ജ്യൂസും അടയൊക്കെ കഴിക്കുന്നത്. ഇക്കാക്കുന്ന വെറും കട്ടൻ ചായ മതി ഇത്ര നമ്മളെ വീട്ടിൽ നിന്ന്. വെറുതെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ഒക്കെ പൊറാട്ടൊക്കെ അടിച്ച് മിന്നി വന്നത് നോമ്പ് തുറന്നിട്ട് കേട്ടോ പള്ളിക്കന്ന്. അപ്പോൾ കൂട്ടുകാർ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കാ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മളൊക്കെ വന്ന സമയം രാത്രി നോമ്പെല്ലാം തുറന്ന് സംസ്കാരമെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നോമ്പറക്കാൻ വരും. പക്ഷേ എത്തിയിരുന്നു നോമ്പറന്നപ്പോൾ ഇല്ലേ കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കില്ല. ഇക്ക ഉണ്ടാകുമ്പോൾ നല്ല രസമാട്ടോ നോമ്പറക്കാൻ. എല്ലാവരും കൂടെ ഇരുന്ന് എല്ലാം കഴിച്ച് പ്ലേറ്റിൽ എന്തിട്ടാലും അത് കാലിയാക്കിന്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ. ഇന്നൊന്നും കഴിക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് നോമ്പറക്കേണ്ടി വന്നു. അപ്പോൾ കണ്ടില്ല വീഡിയോ. എനിക്ക് കഴിയുന്ന ഇതിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഉണ്ടാകുമ്പോൾ എനിക്ക് എടുക്കാനൊരു ഇതുണ്ടാകലുണ്ട്. ഇതിപ്പോൾ ഒന്നുമില്ല. ഞാനല്ലേ ഒറ്റയ്ക്ക് അങ്ങ് കൈകാര്യം ചെയ്യേണ്ട. എല്ലാം കുട്ടികളെ നോക്കണം, ഓർക്കെല്ലാം സാധനങ്ങൾ കൊടുക്കണം. പക്ഷേ ഓല് വേഗം എടുത്തുകാണ്ട് ഒന്നോ രണ്ടോ തിന്നുകാണ്ട് അങ്ങനെ പോവുക ചെയ്ത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ കേട്ടോ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാം ലൈക്ക് അടിച്ചണേ. അപ്പോൾ ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും. നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ.